വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ ഒരു ധനികനായ ചെറുപ്പക്കാരൻ വന്നിട്ട് താൻ നിയമമെല്ലാം അനുസരിക്കുന്നു, എന്നാൽ അവനൊരു കുറവുണ്ട് എന്ന് ദൈവം പറയുന്നു. നിനക്കുള്ളതെല്ലാം നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടായിരിക്കും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. തുടർന്ന് യേശു പറയുന്ന ചില വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ, ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുവാൻ കൃപയിൽ ആശ്രയിക്കുന്നത്. നമുക്ക് മത്തായി 19, 22, 23 മുതൽ നമുക്കൊന്ന് വായിക്കാം. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടുവാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. വീണ്ടും നിങ്ങളോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ. ഈ ഉപമയിലൂടെ നമുക്ക് ഇന്ന് വചനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ഇവിടെയാണ് യേശു ഈ വചനത്തെക്കുറിച്ച് പറയുന്നത്. സ്വർഗരാജ്യം, ഒരുവൻ സ്വർഗരാജ്യത്തിലേക്ക് എപ്രകാരം പ്രവേശിക്കുന്നത് എങ്ങനെ? നമ്മളിവിടെ സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ നീഡിലിൻ്റെ ഹോളല്ല ഉദ്ദേശിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു വാതിലാണ്, അല്ലെങ്കിൽ അവിടെയുള്ള കവാടമാണ് ഈ സൂചിക്കുഴ എന്നുദ്ദേശിക്കുന്നത്. ഈ കവാടത്തിലൂടെ ആൾക്കാർക്ക് കുനിഞ്ഞ് മാത്രമേ കടക്കാൻ സാധിക്കത്തുള്ളൂ. ഈ കവാടത്തിനകത്തേക്ക് വിവിധ ദേശങ്ങളിൽ, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യഹൂദന്മാർ ജെറുസലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവർ ഒട്ടകത്തിൻ്റെ മുകളിലോ കുതിരയുടെ മുകളിലോ കഴുതയുടെ മുകളിൽ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് അവിടെ വരിക. അപ്പോൾ നമ്മൾ ഈ മൃഗവുമായിട്ട് അകത്ത് കടക്കാതിരിക്കുവാൻ മനുഷ്യന് മാത്രം കുനിഞ്ഞ് കടക്കാവുന്ന ഒരു വാതിൽ. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം, നിന്റെ സമ്പത്ത്, നിന്റെ സൗഭാഗ്യങ്ങൾ എല്ലാം ഒരുവനുണ്ട്, പക്ഷെ ധനവാൻ കടക്കുന്നത് ഇമ്പോസിബിളോ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ നീ കൊണ്ടുവരുന്ന അസറ്റുകളും സാധനങ്ങളും ഇതൊന്നും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഇതൊന്നും നീ കൊണ്ടുപോകത്തില്ല. നിന്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത ദൈവം അവിടെ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്നെ തന്നെ സമർപ്പിക്കലാണ് ദൈവരാജ്യം. സ്തോത്ര, ഹല്ലേലൂയ. നീ ഏകനായിട്ട്, അല്ലെങ്കിൽ നീ മാത്രമേ കടക്കത്തുള്ളൂ. നിൻ്റെ കൂടെ വരുന്ന സമ്പത്തും ആ മൃഗങ്ങളുടെ വെച്ച് കിട്ടുന്ന സാധനം ഒന്നും നീ ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ഒരുവന് കുനിഞ്ഞ് മാത്രമേ ഈ സൂചി കവാടത്തിലൂടെ ദേവാലയത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ ഉള്ള ഒന്നും നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നീ ഒട്ടകത്തിൻ്റെ മുകളിലോ കുതിരയുടെ മുകളിലോ വെച്ച് വരുന്ന വലിയ ഭാണ്ഡക്കെട്ടുകളും സാമഗ്രികളും വെച്ചൊന്നും ദേവാലയത്തിനകത്തേക്ക് കടക്കാത്തില്ല. നീ ഇതിനെല്ലാം മാറ്റിവെച്ച് നീ ഏകനായി, എന്ന് പറഞ്ഞാൽ നിൻ്റെ സമ്പത്തോ ഒന്നും നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അവനവൻ്റെ സമർപ്പണത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്കത് കടക്കാം. ഹല്ലേലൂയ. യേശു, ശ്രദ്ധിക്കണമേ, യേശു ദൈവരാജ്യത്തെക്കുറിച്ച് ആദ്യം പ്രസംഗിക്കാൻ തുടങ്ങിയത് യേശുവാണ്. മത്തായിയുടെ സുവിശേഷം 4:17 നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം, നമ്മൾ ഇന്നത്തെ ചിന്ത അത് തന്നെ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക. ഇവിടെ യേശു പറയുകയാണ്, ധനവാനെ, നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് നിന്നെ തന്നെ നീ സമർപ്പിക്കണം. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഞങ്ങളെല്ലാം കൊടുത്തവരാണല്ലോ. എൻ്റെ വള്ളം ഉപേക്ഷിച്ചു, വല ഉപേക്ഷിച്ചു, അപ്പനെ ഉപേക്ഷിച്ചു, അമ്മായിയമ്മേനെ, ഭവനത്തെ എല്ലാം ഉപേക്ഷിച്ചു പറഞ്ഞാൽ ഇവൻ്റെ ഹൃദയം മുഴുവൻ യേശുവിൻ്റെ കൂടെ. ഞങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? അവിടെ യേശു അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിരിച്ചുകൊണ്ട് 12 സിംഹാസനത്തിലിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ.
പത്രോസിന് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷെ അന്ന് കേൾക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചവൻ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ലഭിക്കും. ഈ ലഭിക്കുന്നതിന് എല്ലാം അടിസ്ഥാനം ആദ്യം പറഞ്ഞത് സ്വർഗരാജ്യം. ഇതാണ് ദൈവം പറയുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നൊരു വിഷയം തന്നെ ആ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ രാജ്യം, ആ സ്വർഗരാജ്യത്തെക്കുറിച്ച്. 4:17 പറഞ്ഞു, മാനസാന്തരപ്പെടുവിന് ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ച് നമ്മളോട് ആദ്യം പരിചയപ്പെടുത്തിയതാരാ? യേശുവാണ് പരിചയപ്പെടുത്തിയത്. സുവിശേഷത്തിൽ യേശു ആദ്യം നമ്മളോട് പരിചയപ്പെടുത്തുക, യെസ്, സ്വർഗരാജ്യമുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 18:34 യേശു ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പീലാത്തോസ് യേശുവിനോട് ചോദിക്കുക, നീ രാജാവാണോ? ആണെങ്കിൽ നീ രാജാവാണോ? യേശുവിനുള്ള ചോദ്യം. യോഹന്നാൻ 18:36 യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. ഇതിന്റെ അർത്ഥം യേശു ഒരു ദൈവരാജ്യത്തെ നമുക്ക് പരിചയപ്പെടുത്തി. തൻ്റെ രാജ്യത്തിലേക്ക് താൻ നിർമ്മിച്ച എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈ രാജ്യം എവിടെയാണ്? അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ ആണെങ്കിൽ ഇവിടെ ഭൂമിയിൽ പറയാ ദൈവരാജ്യം സമീപിച്ച് വന്നു കഴിഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറയുന്നു. ഇവിടെ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചോദിക്കണം, നീ രാജാവാണോ? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുന്ന ഇതല്ല എൻ്റെ രാജ്യം. ഇതായിരുന്നു എൻ്റെ രാജ്യമെങ്കിൽ നിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കപ്പെടത്തുമില്ല. എൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. പീലാത്തോസ് വിറച്ചുപോയി. എടാ, ഇവന് സേവകന്മാർ, ഇവൻ്റെ രാജ്യം, ഇവന് വേണ്ടി പോരാടുന്ന ഒരു സംഘം, ഇതെല്ലാം യേശു വളരെ ശക്തിയോടെയാണ് പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല. കർത്താവിൽ പ്രിയരെ, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നിങ്ങളുടെ ചിന്തയെ ഒന്ന് ക്ഷണിക്കുക. നമ്മൾ മാനസാന്തരപ്പെട്ടു. നേരത്തെ ഷാൻ ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞു, ഒരു കാലത്ത് ഞങ്ങളുടെ ഭവനം ഭരിച്ചിരുന്നത് ലൂസിഫർ ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ തിന്മയിലും അന്ധകാരത്തിലും ജീവിച്ചിരുന്ന വ്യക്തികളാണ്. എന്നാൽ യേശുവിൻ്റെ വചനത്തെ ശ്രവിച്ച് യേശുവിൻ്റെ വചനം കേട്ട് സ്വീകരിച്ച് ഇനി ഞാൻ യേശുവിനോട് കൂടെ ജീവിക്കും എന്നുള്ള തീരുമാനത്തെ കൈക്കൊണ്ടവർ, അവർ ഈ ഭൂമിയിൽ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഈ അനുഭവമുണ്ട്? നിങ്ങൾ മാനസാന്തരപ്പെട്ട എല്ലാവരും ആ ദൈവവചനത്തെ അനുഗമിക്കുവാൻ തീരുമാനിച്ച ആ നിമിഷങ്ങളെ നിങ്ങളൊന്ന് ഓർത്തേ. എല്ലാവർക്കും ഒരു അനുഭവങ്ങളുണ്ട്. എനിക്കും ഒരു അനുഭവമുണ്ട്. 2012 മാർച്ച് മാസം 21 തിരുവനന്തപുരം മണ്ണന്തല ഹാളിലാണ് എനിക്ക് എൻ്റെ മേൽ ദൈവത്തിൻ്റെ വചനം വന്ന് വീണപ്പോൾ ദൈവത്തിൽ ജീവിക്കാം, യേശുവിനെ അറിഞ്ഞ ഒരു ദിവസത്തെ ഞാൻ കാണുന്നത്. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് ലോകത്തിൻ്റെ വേണ്ട, എനിക്ക് യേശുവിനോട് കൂടെ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു സമയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നിങ്ങൾ യേശുവിനെ ഏറ്റെടുത്തവരായിട്ടുള്ളതായതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ജീവിതത്തിലുണ്ടാകും. ഇങ്ങനെ യേശുവിനെ റിസീവ് ചെയ്ത നമ്മൾ ഓരോരുത്തരും അപ്പോൾ തന്നെ എങ്ങോട്ട് ഏൽപ്പിക്കപ്പെട്ടു? എവിടെയായി? ജനിച്ച് ആത്മാവിനെ സ്വീകരിച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നമ്മൾ ഒരു രാജ്യത്തിലാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കെ തന്നെ ദൈവരാജ്യം ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവരാജ്യം വന്നു കഴിഞ്ഞു. യേശു എന്താ 4:17 നമ്മൾ വായിച്ചപ്പോൾ എന്താ പറഞ്ഞ? മത്തായി 4:17 എന്താ പറഞ്ഞ? മാനസാന്തരപ്പെടുവിൻ, സമീപിച്ചു, വരാൻ പോകുന്നു എന്നല്ല പറഞ്ഞ. ഇറ്റ്സ് ഓൾറെഡി കേം ടു യു. വന്നു കഴിഞ്ഞു, സമീപിച്ചു, നിയർ, വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലേണ്ട ഒന്നിനെ പറ്റിയല്ല, സംഭവിക്കാൻ പോകുന്ന ഒന്നിനെ കുറിച്ചല്ല, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു.
അപ്പം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, മാനസാന്തരപ്പെട്ട നിക്കോദിമോസെ, നീ പുതുതായിട്ട് ജനിച്ച് ബോണഗേനായി നീ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മളന്ന് ചിന്തിക്കുന്നത്. യേശുവെ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ ആർക്കാണ് ഈ ദൈവരാജ്യത്തിലേക്ക് വരുന്ന? ആരൊക്കെയാണ്? തന്നെ വിശ്വസിച്ചവർക്ക്, തന്നെ സ്വീകരിച്ചവർക്ക് ദൈവ മക്കളാകാൻ, എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിന്റെ മക്കളാകാൻ ആര് കഴിവ് നൽകി? യേശു കഴിവ് നൽകി. അപ്പൊ ഇങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നത്. നമ്മൾ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് എന്തൊക്കെ കാര്യം 12-13 പറയുന്നത്? തന്നെ സ്വീകരിച്ചു, തന്നെ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷകനാഥനോ എൻ്റെ യേശു, എനിക്ക് എൻ്റെ യേശു ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഈ ഒരു ആശ്രയം ഉണ്ടല്ലോ, യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാം അനുഭവങ്ങൾ പറഞ്ഞു. എൻ്റെ യേശു എന്നെ വിടുവിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ എൻ്റെ ഭവനത്തിൽ വന്നു. യേശുവിനോട് കൂടെ ഒരുവൻ ജീവിക്കാൻ തുടങ്ങുന്ന തീരുമാനമെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, എൻ്റെ എല്ലാം, ഞാൻ എൻ്റെ അനുഭവം പറയുക. എൻ്റെ അനുഭവത്തിൽ ഞാനിങ്ങനെ പറയുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ പിള്ളേരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മളല്ല പിന്നെ പോകുന്ന, ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം പിള്ളേർ കളിക്കുമ്പോൾ ഇങ്ങനെ കാറ് ഇങ്ങനെ ഉന്തിക്കൊണ്ട് ഓടിക്കും. അപ്പോൾ ഈ കാറ് തന്നെ പോലെ പിള്ളേർ എങ്ങോട്ട് ഉന്തുന്നോ അതുപോലെ വണ്ടി പോകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ എങ്ങനെ കൊണ്ടുപോകുന്ന ഇങ്ങനെ നമ്മൾ ദൈവം നടത്തും. ഇതാണ് നിയന്ത്രണം. ഇത് ദൈവരാജ്യത്തിൻ്റെ മക്കൾക്കാണ് അത് ലഭിക്കുന്നത്, നിയന്ത്രണത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ പറയുക, അവനിൽ വിശ്വസിക്കണം അല്ല. എന്തൊക്കെയാ പറയുന്നത്? 12-13 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ആദ്യം യേശുവിനെ സ്വീകരിച്ചു. എൻ്റെ യേശു എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ്, അവൻ ദൈവമാണ്, അവനിൽ ആശ്രയിച്ചാൽ മാത്രമേ വിടുതലുള്ളൂ. എല്ലാം, പിന്നെ എൻ്റെ ജീവിതം, എൻ്റെ എല്ലാം യേശുവിനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ അവനെ സ്വീകരിച്ചു. അടുത്തത്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവനെ വിശ്വസിച്ചു. എന്തുണ്ടെങ്കിലും സംഭവിക്കും, എന്ത് വിഷയമുണ്ടെങ്കിലും അവനിൽ വിശ്വസിക്കുക, അത് സംഭവിക്കും. അവനിൽ ആശ്രയിക്കുക, അവൻ ദൈവമാണ്, എൻ്റെ കാര്യങ്ങൾ നടക്കും. അപ്പൊ അവനെ സ്വീകരിക്കുകയും അവനെ വിശ്വസിക്കാൻ നമ്മൾ ചെയ്തപ്പോൾ എന്താണ് അവൻ നൽകിയത്? നമുക്ക് എന്താ നൽകിയത്? ദൈവമക്കളാകാൻ അവൻ മക്കളാകാൻ. ആദ്യമായിട്ട് ദൈവം മക്കളാകാൻ നമ്മളെ വിളിച്ചേക്കുക. മക്കളാകുക എന്ന് പറയുന്നത് ദൈവമാണ്. പുതിയ നിയമത്തിൽ യേശുവാണ് നമ്മളെ പഠിപ്പിച്ചത്. ദൈവം ഇതാ മക്കളായിട്ട് മാറ്റുകയാണ്. എവിടെയാ മക്കളായി മാറ്റുന്നത്? തൻ്റെ രാജ്യത്തിൻ്റെ മക്കളായി നമ്മളെ മാറ്റുകയാണ്. മക്കളാകാൻ കഴിവ് നൽകി. മക്കള് പിതാവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാണ്. മക്കളുടെ അംശം എന്ന് പറഞ്ഞ പിതാവിൻ്റെ രാജ്യത്തിലാണ്. നീ യേശുവിനെ സ്വീകരിച്ച നാളിൽ, അവനെ വിശ്വസിച്ച നാളിൽ, ഇതാ ദൈവം നിന്നെ മക്കളാകാൻ അവൻ്റെ രാജ്യത്തിലേക്ക് നിന്നെ പ്രവേശനം നൽകിയെന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ യേശുവിനെ വിശ്വസിക്കുക ഏറ്റെടുത്ത അന്നു തൊട്ട് നീ ഭൂമിയിൽ തന്നെ ആ കാണപ്പെടാത്ത ഇൻവിസിബിളായ ആ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചു കഴിഞ്ഞു. സ്തോത്ര, ഹല്ലേലൂയ. ലൂക്കോസ് 17:20 നമുക്കൊന്ന് വായിക്കാം. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ആമേൻ. ഇതാ ഇവിടെ, അതാ അവിടെ എന്നും ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ആമേൻ. വായിച്ചോ. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. 17:20 പറയുന്നത് ദൈവരാജ്യം എന്താ പറയുന്നേ? എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ആമേൻ. സ്തോത്ര, ഹല്ലേലൂയ. അടയാളങ്ങളുടെ കൂടെ അല്ല. ദൈവരാജ്യം ഇപ്പം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇതിന്റെ അർത്ഥം, അത് പറയുമ്പോൾ ആരവിടെ ഉണ്ട്? ആരവിടെ ഉള്ള? ഇത് പറയുമ്പോൾ ഫരിസേയർ ആരോടാ ചോദിക്കുന്നേ? യേശുവിനോടാ ചോദിക്കുന്നത്.
അപ്പോൾ ദൈവരാജ്യം എവിടെയുണ്ട്? നിങ്ങളുടെ ഇടയിൽ യേശു, അവരുടെ ഇടയിൽ യേശു നിൽക്കുക. ഇപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, ദൈവരാജ്യം യേശു ഇവിടെ നമ്മൾ യോഹന്നാൻ വായിച്ചപ്പോൾ പറഞ്ഞു, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവർക്കും എന്താകാൻ കഴിവ് നൽകി? മക്കളാകാൻ അവന് ആര് കഴിവ് നൽകി? യേശു കഴിവ് നൽകി. അപ്പോൾ യേശുവിൻ്റെ വിശ്വസിച്ചവര് എല്ലാം അവൻ്റെ അവൻ്റെ മക്കൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസിൽ പറയാം, ദൈവരാജ്യം എങ്ങനെയാണ്? പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെ അല്ല വരുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ കാണപ്പെടുന്ന, ഇപ്പൊ നമ്മൾ മൂന്നാർ പോയാൽ മൂന്നാർ കാണും, ഊട്ടിയിൽ പോയാൽ ഊട്ടി കാണും, ഓരോ സ്ഥലത്ത് പോയാൽ സ്ഥലം കാണും. എന്നാൽ ഇത് കാണാൻ അങ്ങോട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മൾ അതിനകത്താണോ? ഇതിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ. സ്തോത്ര, ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മൾ വിസിബിളി നോക്കുമ്പോൾ നമുക്കൊരു രാജ്യമായിട്ട് നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കത്തില്ല. ആഫ്രിക്കയിൽ, നൈജീരിയയിൽ ടി.ബി. ജോഷുവയും മിനിസ്ട്രിയും അവരാരാധിക്കുമ്പോൾ നമ്മളും നോക്കി ആരാധിക്കുക. അവരിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മളിവിടെ നിന്ന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ് പറയും. ഒരു ആത്മീയ സന്തോഷം യൂറോപ്പിലുള്ളവൻ അനുഭവിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ കിടക്കുന്ന നമുക്കും അനുഭവം വരികയാണ്. ഹല്ലേലൂയ. അതെന്താ? അവിടെ ഇവിടെ അല്ല ഒരേ അനുഭവം. അവിടെ ഇവിടെയും ദൈവരാജ്യം എന്ന് പറഞ്ഞ ഭക്ഷണവും പാനീയവും അല്ല, പിന്നെന്താ? റോമർക്ക് എഴുതിയ ലേഖനം 14:17 ഒന്ന് വായിക്കാമോ? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. നീതിയുണ്ട് അവിടെ, സമാധാനവും. അവിടെ സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുണ്ട്. ഇതാണ് അതിന്റെ അടയാളം. അവിടെ നീതി, ജസ്റ്റിസ്, പിന്നെ എന്നാ ഉള്ളേ? നിനക്ക് എത്ര ടെൻഷനുള്ള യേശു വന്ന് സമാധാനം നൽകി. നീ കിടക്കുന്ന നിന്റെ വീട്ടില, പക്ഷെ 10 വർഷം മുമ്പ് അതേ വീട്ടിൽ നീ സമാധാനമില്ലാതെ കിടന്നതാ. നീ ജീവിക്കുന്നത് ഇതേ നാട്ടിൽ, അതേ പഞ്ചായത്തിൽ തന്നെ, പക്ഷെ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തിലൂടെ നീ മനസമാധാനം ഇല്ലാതെ നടന്നതാ. നേരത്തെ ചേച്ചി പറയല്ലോ, നീ കിടന്നിരുന്ന അതേ വീട്ടിൽ തന്നെ, പക്ഷെ ആ വീട്ടിൽ അന്ധകാരം നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നതാ. ഇന്നും അതേ വീട്ടിൽ തന്നെയാ, ഇന്നും അതേ പഞ്ചായത്തിൽ തന്നെയാ, പക്ഷെ സ്ഥിതി മാറി. അതേ വീട്ടിൽ പണ്ട് സമാധാനമില്ലായ്മയാണെങ്കിൽ ഇന്ന് സമാധാനമുണ്ട്. അന്ന് സന്തോഷമില്ല, ദുഃഖം, പ്രയാസമാണെങ്കിൽ ഇന്ന് നീ സന്തോഷത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവെന്നാൽ സന്തോഷവും കൂടെയാണ്. ഭക്ഷണവും പാനീയവും എന്ന് പറയുന്ന ഭൗതികതയല്ല, ഭൗതികമായി ഇവിടെ കാണുന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷമായ അടയാളത്തിൽ നിനക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. നീ കിടന്നിരുന്ന വീട്ടിൽ ഒന്നും കൂടെ വായിച്ച റോമർ 14 വരെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് എല്ലാവരും. എന്താണത്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയുണ്ട് എന്ന് പറഞ്ഞാൽ അനീതിയിൽ നിന്ന് വേർപെട്ട ജീവിതത്തിലേക്ക് നീ വന്നു. കർത്താവിന്റെ ബൈബിൾ വചനത്തിന്റെ പ്രിൻസിപ്പിൾ അവിടെ ഉണ്ടെന്നർത്ഥം. ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ ആണ് നിന്നെ നീതിയിലേക്ക് നയിക്കുന്നത്. നീ ജീവിക്കുന്ന അതേ രീതി തന്നെ, പക്ഷെ ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ദൈവവചനത്തെ ഏറ്റെടുത്തപ്പോൾ അത് നിനക്ക് നീതിയെ നൽകി. അടുത്ത നൽകുന്ന തന്നെ സമാധാനമാണ്. ദൈവവചനത്തിന്റെ സമാധാനം നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ തന്നെ, അതേ വീട്ടിൽ തന്നെ, അതേ പഞ്ചായത്തിൽ തന്നെ, പക്ഷെ മൊത്തത്തിൽ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് മാറി. കാരണം കാണപ്പെടാത്ത ദൈവരാജ്യം നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം നിന്റെ ഭവനത്തിൽ ഇറങ്ങിയപ്പോൾ അതേ വീട് അങ്ങനെ തന്നെ ജീവിക്കുക, സാഹചര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ, പക്ഷെ ജീവിത രീതിയിലൊരു മാറ്റമുണ്ടായി. നിന്റെ ഭവനത്തിൽ നീതി വന്നേരാൻ തുടങ്ങി, നിന്റെ ജീവിതത്തിൽ സമാധാനം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വേറൊന്നുകൂടെ അവിടെ സംഭവിക്കുന്നത്. എന്തുവാ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ആനന്ദം. ഈ ആനന്ദം ലഭിച്ചപ്പോൾ ഇരുട്ടിലായിരുന്ന, പ്രയാസത്തിലായിരുന്ന, പ്രതിസന്ധിയിലായിരുന്ന നമ്മുടെ ഭവനത്തിൽ ഇന്ന് നമ്മൾ ആനന്ദത്തോടെ പ്രാർത്ഥിക്കുന്നത്, എനിക്കൊന്നിനും കുറവില്ല, എൻ്റെ ദൈവം നടത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് പറഞ്ഞാൽ, വഴി നടത്തുന്നൊരു ദൈവം,
അത് ആ ദൈവം നിന്റെ ജീവിത സാഹചര്യമെല്ലാം അങ്ങനെ പക്ഷെ നയിക്കുന്ന ദൈവമാണെങ്കിൽ, നീ ദൈവരാജ്യത്തിൻ്റെ പാർട്ടായി നീ മാറിയെങ്കിൽ, അത് പിന്നെ പത്രോസ് പറഞ്ഞ പോലെ നിനക്ക് എല്ലാം ലഭിക്കും. പത്രോസിനോട് യേശു പറഞ്ഞ പോലെ. സ്തോത്ര, ഹല്ലേലൂയ. നമ്മൾ ചുരുക്കുക, ലൂക്കോസിന്റെ വചനത്തിലേക്ക് ഒന്നും കൂടെ പോകാം. ലൂക്കോസ് 17:20. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, ആമേൻ. പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ അതാ അവിടെ എന്നും ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. അങ്ങോട്ട് പോയാ ദൈവരാജ്യം, ഇന്ന സഭയിൽ പോയാ മാനസാന്തരം, AGയിൽ പോയ മാനസാന്തരം, മുരിയാട് പോയ മാനസാന്തരം, ഇന്ന അവിടെ ആണ്ട് യേശു വന്നിട്ടുണ്ട്, ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും അല്ല. അത് നിന്റെ ഇവിടെ തന്നെ ഉണ്ട്. അത് അങ്ങോട്ട് പോകണ്ട. ചിലർ പറയും ഈ സഭ മാറി അങ്ങോട്ട് പോയാൽ അവിടെ വിടുതല. ചിലർ പറയും ഇന്ന ബ്രദറിന്റെ പ്രാർത്ഥന ഭയങ്കര, അവിടെ പോയാ ഭയങ്കര, ഇവിടെ ഇന്നടത്ത് പോയാൽ എന്നാ ഡെലിവറൻസാ. ദൈവരാജ്യം അത് നിങ്ങളുടെ മധ്യ തന്നെയുണ്ട്. യേശുവേ ആരാധന. അവിടെ ഇവിടെ അല്ല, ദൈവരാജ്യം നിങ്ങളുടെ അവിടെ. യേശു ഇനി ഇതിൻ്റെ ആത്മീയ തലത്തിലേക്കും കൂടെ പോകാം. ഇത് പറയുമ്പോൾ യേശു അവരുടെ മധ്യയുണ്ട്, ദൈവരാജ്യം. എന്നാൽ യേശു പറയുന്ന വേറൊരു കാര്യമുണ്ട്. 17:23 വായിക്കാവോ? അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. എന്നാൽ യേശു ഉള്ളപ്പോൾ, ശ്രദ്ധിക്കണമേ, ഇതൊന്ന് ശ്രദ്ധിക്കണം. യേശു ഉള്ളപ്പോൾ യേശു അവരുടെ മധ്യം നിന്നുകൊണ്ട് അവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, യേശുവിടെ ഉണ്ട് അവർ. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ശിഷ്യരുടെ മധ്യേ നിന്നു. ഈ യേശു ദൈവമല്ല മനുഷ്യനാന്ന് പറയുന്നത് ഈ 40 ദിവസത്തെ ജീവിതത്തെക്കുറിച്ച് എന്നാ പറയാത്തെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ മരിച്ച മനുഷ്യന് മരിച്ച അവൻ തീർന്നു. എന്നാൽ യേശു 40 ദിവസം അവരവിടെ കഴിഞ്ഞതിൻ്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വരെയുണ്ട്. അവരുടെ കൂടെ ജീവിച്ചു. അവരെല്ലാം ആ അസൻഷൻ കണ്ടതാ, ആരോഹണം കണ്ടതാ. ഇത്രയും കണ്ട് യേശു സ്വർഗത്തിലേക്ക് പോയി. അന്നേരം ദൈവരാജ്യം ഭൂമിയിലുണ്ടോ? പറയാവോ? ദൈവരാജ്യം ഉണ്ടോ? അതങ്ങനെ യേശു മുകളിലേക്ക് പോയില്ല. യേശു നിന്നപ്പോൾ അല്ലേ ദൈവരാജ്യം ഉണ്ടെന്ന് പറഞ്ഞ്? എങ്ങനെയുണ്ട്? യേശു ഭൂമിയിലുള്ളപ്പം യേശു ഭൂമി നിൽക്കുക. നിങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു അവർ ഉപവസിക്കേണ്ട കാര്യമില്ല, കാരണം മണവാളൻ അവരുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് അവർ ഉപവസിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ യേശു ഉള്ളപ്പോൾ ദൈവരാജ്യം അവരുടെ കൂടെയുണ്ട്. യേശു മുകളിലേക്ക് പോയപ്പം ദൈവം ഭൂമിയിലുള്ളപ്പോഴാണ് ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഭൂമിയിലില്ല, അന്നേരം എങ്ങനെ ഇവിടെ ദൈവരാജ്യം ഉണ്ടാവും? ചില പറഞ്ഞു 2-3 പേർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. ഒരാൾ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ചില പറഞ്ഞു ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരുമ്പോൾ എന്തുണ്ടാവും? യേശു, ശ്രദ്ധിക്കണമേ, അന്ന് യേശുവിൻ്റെ ശരീരം ഫിസിക്കലി ഭൂമിയിരുന്ന പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ മധ്യ ഇവിടെയുണ്ട്, ഭൂമിയിലുണ്ട്. ദൈവമുണ്ട്, തൻ്റെ മക്കളാകാൻ അവൻ അവകാശം നൽകിയപ്പോൾ അവൻ്റെ കൂടെയല്ലേ നിൽക്കണ്ടേ? എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഭൂമിയിൽ അവൻ്റെ ശരീരം ഏതാ? അന്ന് ഭൂമി ശരീരമായിട്ടായിരുന്നത്. അന്ന് ഭൂമി ശരീരമായിട്ട്, ഫിസിക്കൽ ശരീരമായിട്ടിരുന്നപ്പോൾ ദൈവരാജ്യം ഭൂമിയിലുണ്ട്. എന്നാൽ അവൻ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ പിന്നെ അവൻ്റെ ശരീരം ഭൂമിയിൽ ഏതാ? സഭ. ശ്രദ്ധിക്കണമേ, സഭ അവന്റെ ശരീരമാണെങ്കിൽ ഭൂമിയിലെ സഭ എന്ന് പറഞ്ഞത് നിന്റെ ദൈവരാജ്യമാണ്. ജീസസ് വിഷൻ ഈസ് എ ദൈവരാജ്യം. ഭൂമിയിൽ നിന്നെ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ നിന്നെ മാനസാന്തരപ്പെട്ട് ആ ചേർന്നുള്ള ആ ആത്മാവിൽ നിറഞ്ഞ കൂട്ടായ്മയെ ദാ വിളിക്കുന്നു. ദൈവരാജ്യം നിന്റെ മധ്യേ ഉണ്ട്. അത് കാണാനൊന്നും പറ്റത്തില്ല, ഒന്നും തൊട്ട് കാണിച്ചാൽ പറ്റില്ല. തൊട്ട് കാണിക്കാൻ പറ്റുമോ? എന്നാൽ നേരത്തെ വചനം പറഞ്ഞത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്, അത് ആനന്ദമാണ്, അത് നീതിയാണ്. ഇതെല്ലാം ആ സ്വഭാവങ്ങൾ ആ രാജ്യത്തിലുണ്ട്, അനുഭവം. സ്തോത്ര, ഹല്ലേലൂയ.
നീ ജീവിക്കുന്ന പഞ്ചായത്തിൽ തന്നെ നീ ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷെ അത് യേശുവിൽ വരുന്നതിന് മുൻപ് നിനക്കില്ലാത്ത സമാധാനം ഇപ്പോൾ നീ ജീവിക്കുന്നത് അതേ പഞ്ചായത്തിൽ തന്നെ. പക്ഷെ നിന്റെ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടറിലൊക്കെ ഒരു മാറ്റം നൽകി. കാരണം നിന്റെ സ്വഭാവം ദൈവരാജ്യത്തിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരുവന് ലോകക്കാരൻ ചെയ്യുന്ന പോലെ പരദൂഷണം പറഞ്ഞ് നടക്കത്തില്ല, തിന്മയുടെ കൂട്ടുകെട്ടിൽ പോകാൻ പറ്റത്തില്ല, അശുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്തിന് അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ ഡ്രസ്സിങ്ങിൽ, അവൻ്റെ മൊത്തത്തിൽ എല്ലാവരും ഒരു മാറ്റം നിനക്ക് എന്തു പറ്റി? അല്ല, നമുക്ക് തന്നെ അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു അസ്വസ്ഥത. എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നത്? നീ ഇത്ര നാളെ ഈ ഭൂമി കൂടെ അല്ല നടക്കുന്നത്, പിന്നെ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവം, നീ ആയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അവിടുത്തെ സ്വഭാവത്തിൽ നിന്ന് വിപരീതമായ അവസ്ഥയിൽ നിനക്ക് അങ്ങോട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അനുഭവമില്ല, നമുക്കെല്ലാം അനുഭവമില്ലേ? അല്ല, എത്ര പേർക്ക് അനുഭവമുണ്ട് ഇതിനകത്ത്? നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് നമുക്ക് നമ്മുടെ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യർക്ക്, യേശുവിൻ്റെ ശിഷ്യർക്ക് ലോകത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നീ ജീവിക്കുന്നതിൻ്റെ അതേ പഞ്ചായത്തിൽ തന്നെ ആണെങ്കിലും പക്ഷെ എന്തുകൊണ്ട് നിനക്ക് ആ കൾച്ചർ നിനക്ക് പറ്റത്തില്ല. അപ്പോൾ ഭൂമിയിലെ ദൈവരാജ്യത്തിലാണ് നീ ജീവിക്കുന്നത്. ഇത് കാണപ്പെടുന്ന ഒന്നല്ല, എന്നാൽ നിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. ഇന്ന് സഭയായി ദൈവത്തിൻ്റെ കൂട്ടായ്മ ഭൂമിയിൽ നിൽക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച നൽകിയ ഒന്നാണ് പരിശുദ്ധ കർത്താവിൻ്റെ സഭ, ശരീരമായ ആ സഭ. അതിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ നീ ആ ദൈവരാജ്യത്തിലാണ്. സ്തോത്രം. ഞാനൊരു ചർച്ചിനെയോ ഒരു മിനിസ്ട്രീനെയോ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളായിരിക്കുന്ന ആ കർത്താവിൻ്റെ പ്രിൻസിപ്പിൾ നിൽക്കുന്നവരുടെ ഒരു കൂട്ടായ്മ, അതാണ് ദൈവരാജ്യം. അത് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണം. നീ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. എന്ന് പറയാൻ എന്താ? നിന്റെ സമ്പത്ത്, നീ പിടികൂടിക്കുന്ന എന്താ പറയാ, നിന്നെ ദൈവത്തെക്കാൾ ഉപരി നീ എന്തൊക്കെ വെച്ചോണ്ടിരിക്കുന്നു, ഇതുള്ളെങ്കിൽ നിനക്ക് ദൈവത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. മാനസാന്തരപ്പെട്ട് നീ സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇത് സൂചിക്കുഴയിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം കടക്കത്തില്ല. ദൂരദേശത്തുനിന്ന് വരുന്ന മൃഗങ്ങളുടെ മുകളിൽ ഭാണ്ഡക്കെട്ടും വെച്ച് വരുന്ന അവന് ആ ഭാണ്ഡങ്ങളോടും ആ കഴുതയോ ഒട്ടകത്തോടും കൂടി ഒന്നും ആ ദേവാലയത്തിൻ്റെ ചെറിയ വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഇതെല്ലാം നീ പുറത്തു വെച്ചിട്ട് മാത്രമേ, അതെല്ലാം ഉപേക്ഷിച്ച് മാറ്റി വെച്ചിട്ട് മാത്രമേ നിനക്കതിലൂടെ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ നിന്റെ സമ്പത്തും നിന്റെ കാര്യങ്ങളും എല്ലാം മാറ്റിവെക്കാതെ ദൈവത്തെ സമീപിക്കുക സാധ്യമല്ല. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന.